ഇടയ ശബ്ദത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മരണത്തിരുനാൾ ആഘോഷിക്കുകയാണ്. തിരുക്കുടുംബത്തിൻ്റെ നായകനായ കാവൽക്കാരനായ വിശുദ്ധ യൗസേപ്പിതാവിനെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ നന്മകളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന വിശുദ്ധമായ ദിനം കൂടിയാണ് ഇന്ന്. വിശുദ്ധ യൗസേപ്പിതാവിനെ കുറിച്ച് അധികമൊന്നും ബൈബിളിൽ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും കൊടുത്തിട്ടുള്ള ഭാഗങ്ങൾ വളരെ ധ്യാനാത്മകമാണ്, ധ്യാനത്തിന് ഏറ്റവും ഉപകരിക്കുന്നതാണ്, കുടുംബജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് എന്ന് ആ വചനങ്ങൾ ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അതിലെ ഒരു ചെറിയ സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ യൗസേപ്പിതാവിനെ കുറിച്ച് തിരുലിഖിതത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം ഇപ്രകാരമാണ്: അമ്മയുമായിട്ടുള്ള വിവാഹ നിശ്ചയം ചെയ്തിരിക്കെ സഹവസിക്കുന്നതിനു മുൻപ് പരിശുദ്ധാത്മാവിനാൽ അമ്മ ഗർഭിണിയായി കാണപ്പെട്ടു എന്നുള്ളതുകൊണ്ട്, അപമാനിതയാകുവാനായിട്ട് ആഗ്രഹിക്കാത്തതുകൊണ്ട് അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിക്കുന്ന വിശുദ്ധ യൗസേപ്പിതാവ്. തുടർന്നുള്ള വചനം ആണ് എന്നെ കൂടുതൽ ധ്യാനിപ്പിച്ചത്, കൂടുതൽ പ്രേരിപ്പിച്ചത്. അവൻ അതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ വന്നു എന്നാണ് വചനം പറയുന്നത്. രണ്ടാമതൊരു ചിന്ത ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുത്തിയ വ്യത്യാസങ്ങളും മനോഭാവങ്ങളുമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. വിശുദ്ധ യൗസേപ്പിതാവ് ഒന്നാമതായിട്ട് ചിന്തിച്ചു, പരിശുദ്ധ അമ്മയെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കുക. എന്നാൽ രണ്ടാമതൊരു ചിന്ത പിതാവിൻ്റെ ജീവിതത്തിൽ ബലപ്പെട്ടപ്പോൾ എത്രമാത്രം വ്യത്യസ്തമായ ഒരു തീരുമാനത്തിലേക്കാണ് വിശുദ്ധ യൗസേപ്പിതാവ് വന്നത് എന്ന് നമുക്കറിയാൻ സാധിക്കും. ആ അമ്മയെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാവുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും അന്വർത്ഥമാക്കേണ്ട ഒരു വചനമാണിത്. ഒന്നുകൂടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. രണ്ടാമത് ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കാനായിട്ട് തയ്യാറാവുക. പലപ്പോഴും ഒന്നാമത്തെ ചിന്തയ്ക്ക് അടിമപ്പെട്ട് കുടുംബ കലഹങ്ങളിലും വ്യക്തിവൈരാഗ്യങ്ങളിലുമൊക്കെ പെട്ടുപോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധനായ, നമ്മുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവ് നമ്മുടെ മനസ്സാക്ഷിയോടും പറയുന്നത് ഇതുതന്നെയാണ്: മകനെ, മകളെ, നിന്റെ ജീവിതത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്ക് അല്പം കൂടെ പ്രാധാന്യം കൊടുക്കുക. നിനക്ക് ഭയങ്കരമായ മാറ്റം നിന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും എന്ന്. നമ്മുടെ തന്നെ നിത്യജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുണ്ടാകുമ്പോൾ, വൈരാഗ്യത്തിൻ്റെ പുറത്ത് ഭാര്യാഭർത്താക്കന്മാരും മക്കളും മാതാപിതാക്കളും തമ്മിലൊക്കെ അതിരുവിട്ട് സംസാരിക്കുമ്പോൾ ഈ രണ്ടാമത് ഈ ഒരു ചിന്ത ഒന്നുകൂടെ ബലപ്പെട്ടിരുന്നെങ്കിൽ, ഇതിപ്പോൾ എനിക്ക് ആവശ്യമാണോ, ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് എന്ത് നേട്ടമാണ് എന്ന് നമ്മുടെ മനസ്സിനെ ഒന്നും കൂടി ബലപ്പെടുത്തിയിരുന്നെങ്കിൽ എത്രയോ മോശമായ മ്ലേച്ഛമായ സംസാരത്തിൽ നിന്ന് നമുക്ക് മാറാനായിട്ട് സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പണം കൊണ്ട് അന്യനാടുകളിൽ പഠനത്തിന് വേണ്ടി പോകുന്ന മക്കൾ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, രണ്ടാമത് ഒരു ചിന്ത ബലപ്പെടുത്തിയിരുന്നെങ്കിൽ എത്രയോ തിന്മകളിൽ നിന്ന് നമ്മുടെയൊക്കെ മക്കൾക്ക് മാറിപ്പോകുവാനായിട്ട് സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുവാനായിട്ട് നെട്ടോട്ടമോടുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ കുടുംബനാഥന്മാർ ജോലിയുമൊക്കെ കഴിഞ്ഞ് തൻ്റേതായ സ്വകാര്യ സന്തോഷങ്ങൾക്ക് വേണ്ടി പോകുന്ന സമയത്ത് ഈ രണ്ടാമത് ഒരു ചിന്ത ഒന്ന് ബലപ്പെടുത്തിയിരുന്നെങ്കിൽ എത്രയോ സമ്പാദ്യം നമുക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു. എത്രയോ കുടുംബങ്ങളിൽ സമാധാനം പുലരുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ നല്ല വിശുദ്ധൻ്റെ, ഈ നല്ല പിതാവിൻ്റെ തിരുനാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ നമുക്കും വിശുദ്ധ യൗസേപ്പിതാവിനെ പോലെ രണ്ടാമതൊരു ചിന്തയ്ക്ക് പ്രാധാന്യം കൊടുക്കാം. രണ്ടാമതൊരു ചിന്ത നൽകുന്നത് ഞാനായിരിക്കുകയില്ല, എന്നിലുള്ള ആത്മാവായിരിക്കും. ഒന്നാമത്തെ ചിന്ത എൻ്റെ വൈകാരിക തലങ്ങളിൽ നിന്ന് വരുമ്പോൾ രണ്ടാമത്തെ ചിന്ത എൻ്റെ ആത്മീയ തലത്തിൽ നിന്നായിരിക്കും വരുന്നത്. വിശുദ്ധ യൗസേപ്പിതാവ് രണ്ടാമത്തെ ചിന്ത ബലപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഉണർന്നത് ദൈവദൂതന്മാരുടെ സാന്നിധ്യം കൊണ്ടാണ് എന്ന് പറഞ്ഞാണ് വചനം അവസാനിപ്പിക്കുന്നത്. നമ്മളുമൊക്കെ രണ്ടാമത്തെ ചിന്ത ബലപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കും ദൈവദൂത സാമീപ്യവുമായിട്ട്
ജീവിതം ആരംഭിക്കാനായിട്ട് സാധിക്കും. ആ ഒരു കൃപ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ യൗസേപ്പ് പിതാവ് വഴി സർവശക്തനായ ദൈവം ആ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഏവർക്കും നന്മ നിറഞ്ഞ നല്ല ഓർമ്മകളുടെ ഒരു നല്ല ദിവസം ആശംസിച്ചു.